വാർത്തകൾ വായിക്കുന്നത് അനുവജിൻ. വിമോചന സമരകാലത്തെ അങ്കമാലി വെടിവെപ്പിന് 2024 ജൂൺ 13 65 തികയുന്നു. വിമോചന സമരത്തിന്റെ ഭാഗമായി 1959 അങ്കമാലിയിൽ നടന്ന സമരത്തിനെതിരെ പോലീസ് വെടിവെപ്പിൽ മരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ വെച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടാടി. സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ജീവൻ ഹോമിച്ചവരുടെ ഓർമ്മകളുമായി വിമോചന സമരത്തിൽ പങ്കെടുത്ത് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട സമര നേതാവ് ഗർവാസീസ് അരീക്കൽ രക്തസാക്ഷികളുടെ കല്ലറയിൽ വെച്ച് ഈ ദിനത്തിന്റെ ഓർമ്മകൾ ഇൻസൈഡ് റിപ്പോർട്ടിനോട് പങ്കുവച്ചു. ലോകത്താദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന EMS തമ്പുരാന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കെതിരെ ആ ബാലറ്റിൽ അധികാരത്തിൽ വന്നവർ ജനാധിപത്യം ക്രൂശിക്കപ്പെടുകയും ജനാധിപത്യത്തിനെതിരായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുകയും രാജ്യത്ത് ക്രമസമാധാനവും ന്യൂനപക്ഷ വിരുദ്ധ സമരങ്ങളും എല്ലാം ജനാധിപത്യം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൗരന്മാരെ രണ്ട് വിഭാഗമായി കാണുകയും രണ്ട് തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പരിണത ഫലമായി ജനങ്ങൾ ഒരുമിക്കുകയും ആ ഒരുമിച്ച് മുന്നേറിയ ജനം ആ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ ജനകീയ വികാരത്തിലൂടെ പുറത്താക്കിയ സംഭവം അതും ലോകശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളാണ്. ഒന്ന്, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. രണ്ടാമത്, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളുടെ സമരം കൊണ്ട് പുറത്താക്കി. ആ സമരത്തിൽ രക്തസാക്ഷികളായവരാണ് അങ്കമാലിയിലെ 7 രക്തസാക്ഷികൾ. അവരെ എന്നും ഓർക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതി ഇന്ന് മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതുതായിട്ടുള്ള സമരങ്ങളുടെ അലയൊലികൾ കേൾക്കുന്നു. അതിനുള്ള പ്രചോദനമായി ഈ അങ്കമാലി രക്തസാക്ഷികളുടെ ഓർമ്മകൾ നിൽക്കുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് കേരളം കണ്ട ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ അഗ്നിയിൽ പോലീസുകാരുടെ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണവരുടെ ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് രാവിലെ 7 മണിയുടെ ദിവ്യബലിക്ക് ശേഷം സെമിത്തേരി കല്ലറയിൽ പ്രാർത്ഥനയും റീത്ത് സമർപ്പണവും നടന്നു. വെടിയേറ്റ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളും MP ബെന്നി മെഹന്നാൻ, റോജി M. ജോൺ MLA, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ മാവേലി, PV സജീവൻ, മണ്ഡലം പ്രസിഡന്റ് സാജു നെടുങ്ങാടൻ, ബേബി V. മുണ്ടാടൻ, രാജു പാറയ്ക്കൽ, വിൻസൻ പൈനാടത്ത്, ബാബു മഞ്ഞളി, റീത്ത പോൾ, ലില്ലി ജോയ്, പോൾ ജോവർ, ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അങ്കമാലിയിലെ വിമോചന സമരം നടന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ കല്ലറയിൽ പ്രാർത്ഥന നടത്തുകയാണ്. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ സമരം നയിച്ചതിൽ ഒരാളാണ് ഗർവാസീസ് അരീക്കൽ. അദ്ദേഹം എല്ലാ വർഷവും ഇവിടെ അവരുടെ കുടുംബക്കാരൊത്തും കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പരിപാടികളിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഈ ചടങ്ങ് നടത്തി വരികയാണ്. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MP ക്ഷണിച്ചോളൂ. ബഹുമാനായ ഗർവാസീസ് അരീക്കൽ, പ്രിയപ്പെട്ട MLA ശ്രീ റോജി, മറ്റ് സഹപ്രവർത്തകരെ, സ്നേഹിതരെ, വിമോചന സമരത്തിൻ്റെ സ്മരണ ഒരിക്കൽ കൂടി നമ്മൾ പുതുക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല, ജനാധിപത്യ ശക്തികൾക്ക്, മതേതര വിശ്വാസികൾക്ക് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ആ സമരത്തിൻ്റെ അലയടികൾ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. നമുക്ക് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്
ഈ ധീരരായ രക്തസാക്ഷികൾ നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് ആവേശം പകരുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ സഹപ്രവർത്തകന്മാർ ഒന്നിച്ചുകൂടി ഇവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞ അർപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ ചെയ്യാൻ അനുവദിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ധീരരായ രക്തസാക്ഷികളുടെ ഓർമ്മകളിൽ ആദരാജ്ഞ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എല്ലാ കൊല്ലവും 65ാമത്തെ കൊല്ലമാണ് ഞാനിവിടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1959 ജൂൺ മാസം 13-ാം തീയതി രാത്രി 8-8:15 നടന്ന അങ്കമാലിയിൽ നടന്ന നരഹത്യ, അത് ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി. കാരണം ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ പുറത്താക്കാൻ നടത്തിയിട്ടുള്ള സമരം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവരെ പുറത്താക്കണമെന്ന് അന്വേഷിക്കാൻ അങ്കമാലി വരെ വന്നു എന്നുള്ള ചരിത്രപരമായ രേഖ ഇന്നും വെക്കുന്നു. ഇന്ദിരാഗാന്ധിയോടൊപ്പം വന്ന് സുജേത കൃപലാനി ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഞാനന്ന് മണ്ഡലം പ്രസിഡന്റാണ്. ഇവിടെ വന്ന് ഈ വിവരങ്ങൾ വന്ധ്യനായ ജോർജ് കവലക്കാട്ട് മോസിഞ്ഞോർ കവലക്കാട്ട് ആണ് ഇവിടുത്തെ ഈ സമരം നയിച്ചിരുന്നത്. കേരളത്തിലെ സമരത്തിൽ ചിട്ടിയോടുകൂടി വലിയൊരു ബ്രിഗേഡിയർ ഉണ്ടാകുകയും ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തുകയും ചെയ്ത സമരത്തിൻ്റെ ഭാഗമാണിത്. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തെ എന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയാണോ അന്ന് പൊരുതിയത് അതേ സ്ഥിതി തന്നെ ഇന്ന് കേരളത്തിൽ പൊരുതേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഓർമ്മപ്പെടുത്തുന്ന ഈ രക്തസാക്ഷികളുടെ സ്മരണ, അവരുടെ ഊർജം, അവരുടെ ത്യാഗം, അവരുടെ സഹകരണങ്ങളൊന്നുണ്ടായ ആ ധീരോജ്വലമായ സമരത്തിന് പിന്തുണ നൽകുന്നു. അതുപോലുള്ളൊരു സമരത്തിൻ്റെ സ്ഥിതിയിലേക്ക് നീങ്ങേണ്ട ഗതികേടിലേക്ക് കേരളം മാറുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ മുന്നിലായ ശ്രീ ബെന്നിയും ശ്രീ റോജിയും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നത് ആശ്വാസകരമാണ്. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയും അതിലേക്കുള്ള സമരത്തിലുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാവശ്യമായ കാര്യങ്ങളിൽ ഈ രക്തസാക്ഷികളുടെ പങ്കാളിത്തം പ്രചോദനം നൽകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലേക്കും ഏകാധിപത്യ പ്രവണതകളിലേക്കും കടന്നാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വിമോചന സമരം. ആ സമരത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ സമരത്തിൽ ധീരരക്തസാക്ഷികളായ നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഗർവാസി ചേട്ടൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരുകൾ അത് സംസ്ഥാനത്തിലായാലും ദേശീയ തലത്തിലായാലും ഒക്കെ ഏകാധിപത്യ സ്വഭാവങ്ങൾ കാണിച്ചു മുന്നോട്ട് പോകുമ്പോൾ അത്തരം സർക്കാരുകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വിമോചന സമരത്തിൻ്റെ രക്തസാക്ഷികളുടെ ഈ കല്ലറയിൽ നിന്നും അവരുടെ ഓർമ്മകളിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ രക്തസാക്ഷികൾക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.